ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണോ അതോ ചെകുത്താന്റെ വിഹാര കേന്ദ്രമാണോ? മുഖ്യമന്ത്രി കസേരയുടെ കാര്യം ഒന്ന് തീരുമാനമായതും ഏതാനും മിനിറ്റുകൾ അല്ല, ഒരു മണിക്കൂറൊക്കെ തികയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങ് കേരളത്തിന്റെ തെരുവുകൾ ഉയർന്നത് ആഹ്ലാദ പ്രകടനമൊന്നും അല്ല, മറിച്ച് അന്യമതസ്ഥർക്കെതിരെയുള്ള കൊലവിളികളാണ്. ലീഗ് ഭരിക്കും കേരള നാടെന്ന് അട്ടഹസിച്ചുകൊണ്ട് ഇതര സമുദായ നേതാക്കളെയൊക്കെ തെറിവിളിച്ചുകൊണ്ട് ഒരു വിഭാഗം തെരുവിലിറങ്ങുമ്പോൾ കേരളം ഭയപ്പെടേണ്ട കാര്യമില്ലേ? മമതാ ബാനർജിയുടെ ബംഗാളിൽ നമ്മൾ കണ്ട ആ ചോരപ്പുഴ ഇങ്ങ് അറബിക്കടലിന്റെ തീരത്തും ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും തെളിയുന്നുണ്ട്. ഇനി വി.ഡി. സതീശന് വേണ്ടി ഇക്കൂട്ടർ എന്തിനാണ് ഇത്രയേറെ വാദിച്ചത് എന്നതിന്റെ ഉത്തരം ഇവ പുറത്തു വന്നിരിക്കുകയാണല്ലോ. തൊടുപുഴയിൽ നമ്മൾ കണ്ടത് വരാനിരിക്കുന്ന 5 വർഷത്തെ കേരളത്തിന്റെ ഭീകരമായ ട്രെയിലർ മാത്രമാണ്. മുസ്ലിം ലീഗ് നേതൃത്വം എന്തിനാണ് സ്വന്തം ജില്ലാ കമ്മിറ്റിയെ മൊത്തമായി വെട്ടിനിരത്തിയത്? ആ സസ്പെൻഷന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? ഒളിച്ചു വെക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിത് ചർച്ച ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഇത് നമ്മുടെ മണ്ണല്ലേ? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായ ഡാറ്റകളോടെ തെളിവുകളോടെ നമുക്ക് വിശകലനം ചെയ്യാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം വരാനിരിക്കുന്ന കാലം നമുക്ക് കൂടിയാണ്. സംഭവങ്ങളുടെ തുടക്കം ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്നാണ്. പുതിയ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഇറങ്ങിയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രകടനം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വിജയം ആഘോഷിക്കാൻ അവകാശമുണ്ട്. എന്നാൽ തൊടുപുഴയിൽ നമ്മൾ കണ്ടത് രാഷ്ട്രീയമൊന്നും ആയിരുന്നില്ല, അത് പച്ചയായ വർഗീയതയായിരുന്നു. പ്രകടനത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവ കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, മറ്റ് സമുദായങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്ന, അവരെ വെല്ലുവിളിക്കുന്ന, ഇനി ഞങ്ങൾ പറയുന്നതാണ് നിയമമെന്ന് പ്രഖ്യാപിക്കുന്ന അഹങ്കാരത്തിൻ്റെ സ്വരമായിരുന്നു അത്. മുസ്ലിം ലീഗാ ഭരിക്കുന്നത് എന്ന് ആക്രോശിക്കുമ്പോൾ അവർ നൽകുന്ന സന്ദേശം എന്താണ്? അപ്പോൾ ആരെ സത്യത്തിൽ ഇവിടെ മുഖ്യമന്ത്രി? വി.ഡി. സതീശനല്ലേ? അപ്പോൾ ചുരുക്കി പറയാൻ നമ്മളൊക്കെ പ്രവചിച്ചതുപോലെ തന്നെ അവിടെ കസേരയിൽ സതീശനിരിക്കും, ഭരിക്കുന്നത് പാണക്കാട് കുടുംബവും. ഇവിടുത്തെ നിയമ സംവിധാനത്തിനേക്കാൾ മുകളിലാണ് തങ്ങളെന്നാണ് അവർ പറയുന്നത്. ഇന്നലെ വരെ മതേതരത്വം പ്രസംഗിച്ചിരുന്നവർ അധികാരം കയ്യിൽ കിട്ടുമെന്ന ഉറപ്പായ നിമിഷം പുറത്തെടുത്തത് ആ വിദ്വേഷമാണെങ്കിൽ അടുത്ത 5 വർഷം കേരളത്തിലെ സാധാരണക്കാരായ ഇതര സമുദായക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾ അഴിഞ്ഞാടിയതുപോലെ വീടുകളിൽ കയറി ആളുകളെ ആക്രമിക്കുന്ന, സ്ത്രീകളെ അപമാനിക്കുന്ന ആ ഒരു ഇരുണ്ട കാലത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്. യാതൊരു സംശയവും വേണ്ട. വിവാദം കത്തിപ്പടർന്നതോടെ മുസ്ലിം ലീഗ് നേതൃത്വം ഒരു ബോംബ് പൊട്ടിച്ചു. ഇടുക്കി ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തന്നെ സസ്പെൻഡ് ചെയ്തു. പ്രകടനം പാർട്ടിയുടെ അച്ചടക്കത്തിനും പാരമ്പര്യത്തിനും നിരക്കാത്തതാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സലാം പ്രഖ്യാപിച്ചു. പാണക്കാട് സാദിഖലി തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നാണ് കുറ്റം. പക്ഷേ നമുക്കിവിടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിലിരിപ്പ് തന്നെയല്ലേ പുറത്തു വന്നത്? എന്തായാലും ഒരു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രകടനത്തിൽ ഇത്തരമൊരു മുദ്രാവാക്യം വിളിക്കപ്പെടുമെന്ന് സംസ്ഥാന നേതൃത്വം അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം നമ്മൾ തിന്നുന്നത് ചോറ് തന്നെയാണ്. തീർന്നില്ല. സസ്പെൻഷൻ വെറുമൊരു കണ്ണുകെട്ടാണ്. അതായത് പൊതുജന രോഷം തണുപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു തന്ത്രമാണ് ഈ നടപടി. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർ വീണ്ടും സജീവമാകും, യാതൊരു സംശയവും വേണ്ട. പിന്നെ മുദ്രാവാക്യം വിളിച്ച വ്യക്തികളെയാണോ അതോ കമ്മിറ്റിയെ മാത്രമാണോ സസ്പെൻഡ് ചെയ്തത്? ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുമെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ലീഗ് പോലീസിനോട് ആവശ്യപ്പെടൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കൂ. മലപ്പുറത്തും എല്ലാ കേരളത്തിലുടനീളം ഇന്ന് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിൻ്റെ കൂടെ നിങ്ങൾ കാണാറുണ്ടോ? ഒരുമാതിരി പാകിസ്ഥാൻ പോലെ. സത്യം പറഞ്ഞാൽ മിനി പാകിസ്ഥാൻ തന്നെയാണ് കേരളം. എന്തായാലും മതേതരത്വം എന്നാണ് ഇതൊക്കെ പറയുന്നത്. എന്നാൽ അണികളുടെ മനസ്സിൽ ഇത്രയേറെ വിഷം കുത്തിവെച്ചത് ആരാണെന്ന് നേതൃത്വം വ്യക്തമാക്കണം. വർഷങ്ങളായി നിങ്ങൾ വളർത്തിയെടുത്ത ആ അതിതീവ്ര ചിന്താഗതി ഒരു അവസരം വന്നപ്പോൾ ഇപ്പോൾ നിയന്ത്രണം വിട്ടു പോയതാണ്. അതല്ലേ സത്യം? ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ്റെ റോൾ എന്താണ്? സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വിഡ്ഢി സതീശൻ എന്ന് വിളിച്ചവർക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണും. സതീശനെ മുന്നിൽ നിർത്തി അധികാരം പിടിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഈ വർഗീയ ശക്തികളാണെന്ന സത്യം ഇനിയെങ്കിലും കണ്ണു തുറന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് യുക്തി ഉപയോഗിച്ച് ചിന്തിക്കൂ. ഇവർക്ക് വേണ്ടത് ഒരു റബ്ബർ സ്റ്റാമ്പ് മുഖ്യമന്ത്രിയാണ്. തങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു ഭരണകൂടത്തെയാണ്. ബംഗാളിൽ മമതാ ബാനർജി ചെയ്തതും ഇതൊക്കെ തന്നെയാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് മറ്റ് വിഭാഗങ്ങളെ വേട്ടയാടാൻ അനുവാദം നൽകി. അതിൻ്റെ ഫലം എന്തായിരുന്നു? ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തം നാട് വിട്ട് ഓടേണ്ടി വന്നു. തൊടുപുഴയിലെ മുദ്രാവാക്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. ലീഗ് ഭരിക്കും കേരള നാട് എന്ന വാക്കുകൾ വെറുമൊരു മുദ്രാവാക്യമല്ല, അത് ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കുള്ള ഒരു വാണിംഗ് ബെല്ലാണ്. നിങ്ങളുടെ നേതാക്കളെ ഞങ്ങൾ അവഹേളിക്കും, നിങ്ങളെ ഞങ്ങൾ ഭയപ്പെടുത്തും,
എന്തായാലും ഇപ്പോൾ ഈ കേരളത്തിൽ മാത്രമുള്ള ഈ ഒരു ലീഗ് ഇനിയൊരു അവസരം വന്നാൽ പുറത്തേക്കും ചാടും. എന്തായാലും ഇതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾ പ്രതിഷ്ഠിക്കും. ഇതാണ് അവരുടെ അജണ്ട. കേരളം എക്കാലത്തും അഭിമാനിച്ചിരുന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിലാണ്. വെറും പൊള്ളയായിരുന്നു. ന്യൂനപക്ഷമായിരുന്ന സമയത്ത് മതസൗഹാർദ്ദമൊക്കെ ഉണ്ട്. ഭൂരിപക്ഷമാകുമ്പോൾ തനി സ്വഭാവം പുറത്തു വരും. അധികാരം നിലനിർത്താൻ തലയ്ക്ക് പിടിച്ചപ്പോൾ ആ സൗഹൃദം കാറ്റിൽ പറത്തപ്പെട്ടു. സാദിഖ് അലി തങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു വിഭാഗം യുവാക്കൾ ലീഗിൽ വളർന്നു വരുന്നത് കേരളത്തിന് വലിയ ആപത്താണ്. ഇവർ ആരെയാണ് കൊലവിളി നടത്തുന്നത്? വർഷങ്ങളായി തങ്ങളോടൊപ്പം ജീവിക്കുന്ന അയൽക്കാരെയാണോ? ഈ വർഗീയ ഭ്രാന്ത് പിടിച്ചവർ തെരുവിലിറങ്ങുമ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. കാരണം ഒരു കൂട്ടം വിഡ്ഢികൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പഴി കേൾക്കേണ്ടി വരുന്നത് ഒരു സമുദായം മുഴുവനുമാണ്. ഈ വരുന്ന 5 വർഷം നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഭരണത്തിൻ്റെ തണലിൽ എന്ത് അക്രമവും ചെയ്യാൻ മടിക്കാത്തവർക്ക് കടിഞ്ഞാണിടാൻ ഇവിടുത്തെ മതേതര സമൂഹത്തിന് കഴിയുമോ എന്ന് തന്നെ നമ്മൾ കണ്ടറിയണം. അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും ഇതിന് കൂട്ടുപിടിക്കുമോ? എന്തായാലും തൊടുപുഴയിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നും കാണാൻ കഴിയില്ല. അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. മുസ്ലിം ലീഗ് നേതൃത്വം എടുത്ത സസ്പെൻഷൻ നടപടിയെ സ്വാഗതം ചെയ്യുമ്പോഴും ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചവരുടെ ഉള്ളിലെ വിഷം മാറാൻ എന്ത് ചെയ്യുമെന്നവർ പറയണം. ഇത് അവരുടെ മാത്രം ഉള്ളിലിരിപ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ ഏറെ നാളത്തെ ആ ഒരു ആഗ്രഹം ഒരവസരം വന്നപ്പോൾ പുറത്തു ചാടി. എന്തായാലും ഇവരെയൊക്കെ തലയിൽ കയറ്റിക്കൊണ്ട് നടന്നവർ ഇനി വരാൻ പോകുന്ന 5 വർഷം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന വിമർശനത്തിൽ വലിയൊരു സത്യമുണ്ട്. നമ്മൾ കണ്ണടച്ചിരുന്ന നാളെ നമ്മുടെ വീട്ടുപടിക്കലും ഈ കൊലവിളികളൊക്കെ എത്തും. എന്തായാലും ഈ സംഭവ വികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഭയാനകമായൊരു യാഥാർത്ഥ്യത്തിലേക്കാണ്. തൊടുപുഴയിൽ ഉയരുന്നത് വെറും ഒരു ശബ്ദമല്ല, മറിച്ച് ജനാധിപത്യത്തിന് മേൽ വർഗീയത നേടുന്ന മേൽക്കൈയുടെ വിളംബരമാണ്. എന്നാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? UDF എപ്പോഴും, മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു വർഗീയ പാർട്ടിയല്ല. എന്നാൽ BJP വർഗീയ പാർട്ടിയാണ്. ഇതൊക്കെ എന്താണ്? ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പച്ചയായി ഇരട്ടത്താപ്പല്ലേ? 2 നിലപാട്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും ഒരു ഭരണകൂടം അധികാരം ഏൽക്കുമ്പോൾ ആത്മവിശ്വാസമല്ല, മറിച്ച് അരക്ഷിതാവസ്ഥയാണ് ജനങ്ങൾക്കിടയിൽ പടരുന്നതെങ്കിൽ അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ പരാജയം. ബംഗാളിലെ തെരുവുകളിൽ രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ വീടുകൾ അഗ്നിക്കിരയാക്കിയപ്പോഴും ജീവൻ രക്ഷിക്കാൻ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന അഭയാർത്ഥികളെയും നമ്മൾ കണ്ടതാണ്. കേരളം അത്തരമൊരു ദുരന്തത്തിലേക്ക് നീങ്ങാൻ അനുവദിക്കുകയാണോ? എന്തായാലും ലീഗ് ഭരിക്കും കേരള നാട് എന്ന മുദ്രാവാക്യം കേവലം ആവേശമല്ല, അതിവിടുത്തെ മതേതരത്വത്തിൻ്റെ കടക്കൽ വീടുന്ന കോടാലിയാണ്. കണ്ടറിയാം ഇനി 5 ഈ വരാനിരിക്കുന്ന 5 വർഷം ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന്. മുഖ്യമന്ത്രി സ്ഥാനം എന്നതൊരു സമുദായത്തിൻ്റെ മാത്രം കുത്തകയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ മറന്നു പോകുന്നത് കേരളം ഒരു ബഹുസ്വര സമൂഹമാണെന്ന സത്യമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഇനി വരാൻ പോകുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭീകരത തന്നെയാണ്. ഇനിയുള്ള 5 വർഷം കേരളത്തിന് അഗ്നിപരീക്ഷയുടേതാണ്. വോട്ട് നൽകി വിജയിപ്പിച്ചവർക്കും തലയിൽ കയറ്റി നടന്നവർക്കും ഇനി ഓരോ നിമിഷവും ജാഗ്രതയോടെ ഇരിക്കേണ്ടി വരും. കാരണം ഇന്ന് തൊടുപുഴയിൽ മുഴങ്ങിയ ആ അശ്ലീല മുദ്രാവാക്യങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടുപടിക്കലും മുഴങ്ങിയേക്കാം. ഭരണകൂടം നിശബ്ദത പാലിച്ചാലും നിയമ സംവിധാനങ്ങൾ കണ്ണടച്ചാലും സത്യം വിളിച്ചു പറയാൻ ഇവിടുത്തെ പൊതുസമൂഹം ഉണർന്നിരിക്കണം. ദയവ് ചെയ്ത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഈ കൊലവിളികൾക്ക് മുൻപിൽ നിങ്ങൾ നിശബ്ദരാകുമോ അതോ മതേതര കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുമോ? എന്തായാലും ആ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. മുസ്ലിം ലീഗിൻ്റെ ഈ നടപടി വെറും ഒരു കണ്ണിൽ പൊടിയിടലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും നിങ്ങളുടെ ഓരോ അഭിപ്രായവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. കണ്ടറിയാം അല്ലേ?